യേശുവിലേറെ സ്നേഹമുള്ളവരെ, ഏറെ സ്നേഹത്തോടെ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും നേരാണ്. ഇന്ന് ദുഃഖശനിയാഴ്ചയാണ്. ദുഃഖശനിയാഴ്ചയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് പുത്തൻ വെള്ളവും പുത്തൻ തിരിയും നമ്മുടെ ജ്ഞാനസ്നാന വ്രത നവീകരണത്തിൻ്റെയും ഒരു സുന്ദരമായ ദിവസമാണിത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ബോധപൂർവം ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നുവെന്നും അവിടുത്തെ എൻ്റെ ജീവിതത്തിലെ രക്ഷകരനാഥനുമായി ഞാൻ ഏറ്റുപറയുമെന്നൊന്നും ഉറപ്പിച്ചു പറയുന്നൊരു ദിവസമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഈ പുതിയതായി ക്രിസ്ത്യാനികളാകുന്നവരൊക്കെ തങ്ങളുടെ മാമോദീസ ഏറ്റുപറഞ്ഞുകൊണ്ട്, വിശ്വാസത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാമോദീസായിലേക്ക് കടന്നു വരുന്ന ഒരു സുന്ദരമായൊരു ദിവസമാണിത്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ പ്രസംഗത്തിനിടയിൽ അച്ഛനിങ്ങനെ പ്രസംഗിച്ചു പോവാണ്. ഒരു മനുഷ്യനിങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ആ സന്യാസിവര്യനായ അച്ഛൻ ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുള്ളൂ, അതിന് നീ എനിക്ക് ഉത്തരം തരിക, അതനുസരിച്ച് നീ നിനക്ക് മാമോദീസ തരണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കാം. ചോദ്യം ഇതാണ്, കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴെ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ട് ഈ പടയാളികളെ എല്ലാത്തിനെയും മർദ്ദിച്ച് ഈശോയെ രക്ഷിക്കും. അദ്ദേഹം പറഞ്ഞത് പോരാ, നീ കുറച്ചും കൂടി പഠിച്ചിട്ട് വായോ. കുറേ നാളുകൾക്ക് ശേഷം അവൻ പഠിച്ചു പിന്നെയും വന്നു. അവൻ ഇതുപോലെ തന്നെ ഇതേ ചോദ്യം ആവർത്തിച്ചു, കുരിശിൻ്റെ കീഴെ നീ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതേ സന്യാസി, ഇതേ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന അർത്ഥി, അവൻ പറഞ്ഞു, ഞാൻ അവരോടൊക്കെ സുവിശേഷം പ്രഘോഷിച്ച് അവരെ ഞാനങ്ങ് മാനസാന്തരപ്പെടുത്തും. അവൻ പറഞ്ഞു, നീ മാമോദീസ സ്വീകരിക്കാനായിട്ട് പ്രാപ്തനായിട്ടില്ല, നീ കുറച്ചും കൂടി ഒന്ന് പോയി പഠിച്ചിട്ട് വായോ. അവൻ പോയി. കുറേ നാളുകൾക്ക് ശേഷം തിരിച്ച് ഇതേ സന്യാസി വര്യൻ്റെ അടുത്ത് വന്നു. അവൻ പിന്നെയും പറഞ്ഞു, എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. സന്യാസി വര്യൻ പറഞ്ഞു, അതേ ചോദ്യം തന്നെ, ഈ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, ഞാൻ ആ കുരിശിൻ്റെ വിരിമാറിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഞാനും അവൻ്റെ ആണികളിൽ എൻ്റെ കരങ്ങൾ ചേർത്ത് വെച്ച് ഞാനും അവനോടൊപ്പം സ്വയം സമർപ്പിച്ച് പിതാവിൻ്റെ ആ സ്നേഹത്തിലേക്ക് ഞാനങ്ങ് ഒന്നായി തീരും. ശരിക്കും ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ജീവിതത്തിൽ വേറൊരാളെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടോ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്തിയിട്ട് ആ ദൈവസ്നേഹത്തിന് വേണ്ടി സ്വയം ഇല്ലാതായി തീരുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ സ്വാഭാവികമായി നടക്കുന്നതൊക്കെയാണ് പുണ്യം. അതുകൊണ്ടാണ് നമ്മുടെ ഈ മത്തായിയുടെ സുവിശേഷം ഈ അന്ത്യവിധിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ നീതിമാന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ എപ്പോഴാണ് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തത്? അപ്പോൾ അവർ ഈശോ പറയാണ്, നീ ചെറിയ മനുഷ്യർക്ക് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് തന്നത്. അതൊരു വലിയൊരു ബോധ്യമാണ്. ഈ ഒരു ദിവസം അങ്ങനെ സ്വയം ഇല്ലാതായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായി ജീവിക്കുന്ന ഒരു പുതിയ ജീവിതം, പുതിയ പ്രകാശം, പുതിയ വെള്ളം, ജ്ഞാനസ്നാന നവീകരണം എല്ലാം നടക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.